ഒരു വിശ്വാസി മോശപ്പെട്ട കാര്യങ്ങൾ പറയരുത്. പറഞ്ഞ എന്തിന്, ഏത് സാഹചര്യത്തെന്നറിയാമോ? പ്രത്യാശയോടെ ജീവിതത്തെ നോക്കണം. എല്ലാം ദൈവം ശരിയാക്കി തരും. അങ്ങനത്തെ അഫിർമേറ്റീവായ കാര്യങ്ങൾ പറയണം, പോസിറ്റീവായ കാര്യങ്ങൾ പറയണം, എൻകറേജിങ് ആയ കാര്യങ്ങൾ പറയണം. അങ്ങനെ നമുക്ക് പ്രത്യാശ തരുന്നോ. അപ്പൊ എപ്പോഴും പറയും ശരിയാവും, സാരമില്ല, വിഷമിക്കണ്ട, അത്താവ് സഹായിക്കും, ധൈര്യമായിരിക്കും. ചില ആളുകൾ വന്നാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി അല്ലേ. ചില ആളുകൾ വന്നാൽ തന്നെ നമ്മുടെ ഉള്ള ഊർജ്ജോടെ പോവും. അതായത് നമ്മുടെ ഉള്ളിൽ സ്നേഹമാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നവരിലും ആ സ്നേഹം അങ്ങനെ തന്നെ സ്നേഹം തന്നെ ഉണ്ടാവും. ഒരാളിങ്ങനെ ഭയങ്കര വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെ വരും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നല്ല സ്നേഹമുള്ള ഒരാൾ അടുത്ത് വന്ന് നിന്നാൽ അപ്പൊ തന്നെ ആ സ്നേഹം കിട്ടും. ഇതുപോലെ തന്നെയാണ് അന്തരീക്ഷത്തിലും ഈ ഒരു ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാമോദീസ സ്വീകരിച്ച് കർത്താവിനെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആ കൃപയാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ കൃപ പെട്ടെന്ന് മറ്റുള്ളവരെ സ്വാധീനിക്കും. തിന്മയാണ് നിറഞ്ഞിരിക്കുന്നതിൽ ആ തിന്മയുടെ ഒരു സ്വാധീനം നമുക്ക് അതിന്റെ ഇങ്ങനെ വന്നിട്ട് ആ കാറ്റടിക്കും. നമുക്കൊരു തീരുമാനം എടുക്കണം. എന്താണ്? നമ്മൾ മോശപ്പെട്ട ഒരു വാക്ക് പറയരുത്.